അജരക്കാ നമുക്ക് വെള്ളം അടിച്ചിട്ട് ഇപ്പൊ ഈ കയറ്റുന്നതാണ്. ഇതിത്തെ മോട്ടർ ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ നന്നാക്കാൻ കൊടുത്തിക്കാണല്ലോ. ഇപ്പൊ അതും കൂടി കൊടുന്ന് വെച്ചാൽ ഇപ്പത്തെ ഈ വെള്ളത്തിന്റെ പ്രശ്നം നിൽക്കും. ഇതില് കുഴപ്പമില്ലാത്തൊരു വെള്ളം ഉണ്ടായിരുന്നു. മോട്ടർ നന്നായി കൊടുന്ന് വെച്ചാണ്ടി രണ്ടൊന്നും കൂടി ആവുമ്പോഴൊക്കെ വെള്ളം ഏകദേശം ഒക്കെ ഉണ്ടാവും. പിന്നെ വേനൽ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴാണ്. പിന്നെ ഞാൻ റസീനെ കണ്ടീനോ, ഒന്ന് വരാൻ പറഞ്ഞിരുന്നല്ലോ അവനോട്. മോനെ ഞാന് പോയി കാണാൻ നോക്കീനു. അങ്ങനെ മാറി കളിച്ചാണ്. നമ്മളെ കുഞ്ഞിനോട് പറഞ്ഞുകൂടി ഞാന്. ശരി. അല്ലെങ്കിലേ ഓല് പറയേണ്ട അത്ര പ്രശ്നമൊന്നുമില്ല. ഓനിപ്പോ അല്ലെങ്കിലും കള്ളുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാഞ്ഞിരത്തോടി മൂസാജില്ലേ, മൂപ്പരെ കാണുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഓന് കുഴപ്പമൊന്നുമില്ല. അതെന്താ സംഭവം എന്ന് പറയുന്നത്, ഓന്റെ പെരന്റെ അടുത്തുള്ള മൂസാജിന്റെ ആ പറമ്പ്, ആ പറമ്പിൽ നിന്നുകാണ്ട് ഓൻ കുട്ടികളെയും മക്കളെയും ഒക്കെ കൊടുന്നുകാണ്ട് തേങ്ങ പൊറുക്കി കൂട്ടാണ്, പിന്നെ പൂള പറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകാണ്ട് മൂസാജി ഇങ്ങനെ പറഞ്ഞെടുക്കാണ്. അതാണ് ഇത്ര ഹീറോന്. റഷീദും കുട്ടികളും ചെയ്യാണ്. അതാണ് പ്രശ്നം. ആളേക്കാ ഞാൻ ആ ചെങ്ങാന് വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ. ഓൻ പേടിച്ചിട്ടേ കയറാം. ഓൻ വരുന്നില്ല. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യേണ്ടി വരും. നിങ്ങളൊന്ന് പോയി കണ്ടളി. അതേ കാര്യം നന്നാകുക. അതാ തന്നെ കാരം. ഓൻ പേടിച്ചിട്ടേ കാരം. അതൊരു കാര്യം ചെയ്യാം. നമുക്ക് പോയി ഓനൊന്ന് കാണാൻ വരെ പോയി കണ്ട്. അല്ലെങ്കിലും പരാതി വലുതും മൂസാജിക്കാണ് ഓനെ പറ്റി. അത് നമുക്ക് കാണാം. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാളേക്കാ. ആ ചെങ്ങായി വൈകുന്നേരം വരെ പണിയെടുക്കും. പിന്നെ കുറച്ച് ഇടും, വെള്ളം അടിച്ചും, അത്രയുള്ള കുഴപ്പമുള്ളൂ. അല്ലെങ്കിൽ എത്താ ആ കാഞ്ഞിരത്തടി മൂസാക്കാന്റെ കഥ വല്ല കഥ അയക്കുണ്ടോ? കൂതറ ആചാരാണോ വലിയ ആചാര്. അയാളെ ചീത്ത പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിക്കോയ. ഒന്നുമില്ല ഓരോ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇല്ലേ, ഒന്ന് കാണണേ. ഏതായാലും എനിക്ക് മൂത്തമ്മനെ കുളിപ്പിച്ചായിരുന്നു അല്ലേ? അല്ല, പിലാപ്പറമ്പ് പോയാ പിന്നെ ആരാന്നെ കുളിപ്പിക്ക? തല നനച്ചാലേ ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ എനിക്ക് ജലദോഷം മാറിയിട്ട്. അപ്പോളേ തല നനച്ചാലേ ജലദോഷം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇങ്ങനെ കുളിച്ചാ മതി കേട്ടോ. നിങ്ങളിപ്പോ പെരേക്ക് പോയിട്ടാണോ കമ്പനിക്ക് പോണത്? അല്ലല്ല, ഞാന് എനിക്ക് മറ്റേ കമ്പനിയിലെ കുറച്ച് ലോഡ് കയറ്റാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നേരെ അങ്ങോട്ടാ പോണത്. പെര കയറുന്നില്ല. ഞാൻ പോന്നിട്ട് ഇമ്മയും താത്ത എന്തെങ്കിലും പറഞ്ഞീനോ? അത് പിന്നെ പൊന്നോ പറയാതെക്കോ. അനക്കാണെങ്കിൽ താത്തയും കുട്ടികളും വന്ന അപ്പന്റെ പെരേക്കാണ് പോകണം. മോശമായി. താത്തയും കുട്ടികളും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ താത്ത പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതിനൊരു വർത്താനം ഇങ്ങനെ വേണ്ട വെച്ചിട്ടാ ഞാൻ വീട്ടിൽ പോരുന്നത്. എന്നോടിപ്പോ എന്താന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇമ്മ നിങ്ങളെവിടെ? ഇക്ക പോവാണ്. സബി, എനിക്കിപ്പോ തന്നെ പോവാനായോ? ഉമ്മച്ചേ ഉമ്മറോട്ടിനെ കുളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുളിപ്പിച്ചാലൊന്നും പോരാ, മൂത്തമ്മന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് അവിടെ കുളിപ്പിച്ചിട്ടുണ്ട്. അതാ മാറ്റിയോ? ഞാൻ അന്ന് കുറച്ച് നേരത്തെ പോണം. കമ്പനിയിലെ കുറച്ച് പണിയുണ്ട്. മുരട്ടിയെ ഇത് കുളിച്ചടാ. നിങ്ങള് സെബിക്ക് ചായം കടി എടുത്തച്ചിട്ടില്ലേ? ഒക്കെ എടുത്തേ. സെബി വാ ചായ കുടിക്കുക. എല്ലാരും വരി. വൈകുന്നേരം കമ്പനിന്ന് ഇങ്ങോട്ടെ പോകുന്നുണ്ടോ? എന്നിട്ടാ ലേക്കാണ്ടപ്പം ചായ കുടിക്കാഞ്ഞേ? പൊന്നോ, നിന്റെ ഓനെ സോപ്പിട്ട് എന്നാക്കണ്ട. ഓൻ അതൊന്നും തിന്നൂല. ഓന് വെറും ബേക്കറിന്റെ ആളാണ്. അതിനോട് ബേക്കറി തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പച്ചിന്റെ കാണട്ടോ. അതിനെത്താ ഓരൊക്കെ കുഴച്ചിട്ടായിട്ട് പോന്നിക്കാണ്. വേണ്ടെങ്കിൽ ഓനൊന്നും കൊടുക്കണ്ടെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട്. അതിനെന്താ സീനത്തെ എല്ലാത്തിനും കൂട്ടുക്കും ചെയ്യും. ഇതിനെന്താ കാട്ടാ? എന്റെ കുട്ടിക്ക് ബേക്കറി അല്ലേ? ഞാനേ അലിക്കാനോട് വിളിച്ചു പറഞ്ഞോളൂ കേട്ടോ. അലിക്ക വരുമ്പോളേ എന്റെ കുട്ടിക്ക് ബേക്കറി കൊണ്ടുവരും കേട്ടോ. പോരെ? ചേച്ചില ആ പണിയാണെങ്കിൽ ശരിയായതുമില്ല. ആ പെണ്ണിനെ ഓള് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുമില്ല. ഇജൊന്ന് വിളിച്ചോക്ക്, നമ്മളെ ആവശ്യത്തിനല്ലേ. ഇപ്പൊ ഇമ്മ പോയിട്ട് ആചാരാക്കാനെ കണ്ടതുമില്ല. നമ്മള് ചെല്ലുമ്പോ ഉണ്ടാവും അവിടെ. വണ്ടിയാളെ കട കിടക്കണുണ്ടല്ലോ, അവിടെ ഉണ്ടാവും ഇക്കാരല്ലേ. പോയൊക്കെ ആ ബെല്ലൊന്ന് അടിച്ചു നോക്ക്. താത്ത, നിങ്ങളോ? വരി. എന്താ അടക്കണു? ആരാ സുബൈദ? നമ്മളെ ആഴ്ചമാത്താന്റെ മക്കളാണ്. നിങ്ങളാ? കേറിയിരിക്കേ. താത്ത ആചാരാക്കല്ലേ അവിടെ? ആചാരൊക്കെ പുറത്തേക്കൊന്നും പോയിട്ടില്ല, പറമ്പ് പോയതാണ് അലീന്റെ ഒപ്പം. ഇങ്ങോട്ട് കേറിയിരിക്കേ. എന്നിട്ട് എന്തൊക്കെയാ പെരീത്തൊക്കെ വർത്താനം? എത്ര താത്ത വർത്താനം. ഇമ്മ എന്നാള് വന്നീനല്ലോ, കാക്കാനെ കാണാത്ത ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ?
ഉമ്മ ഇന്നാള് വന്നപ്പോ ആചാരാക്കാനെ കണ്ടില്ല. അപ്പൊ ഉമ്മ ഞങ്ങളോട് ഒന്ന് പോവാൻ പറഞ്ഞതാ. ആ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞിക്കണേ. എന്നാലും ഉമ്മ അന്ന് വന്ന് കുറെ നേരം കാത്തു നിൽക്കണം. അന്ന് കാക്ക് കുറെ നേരമായിക്കണു വരാനും. എന്തായാലും അന്വേഷിക്കാന്ന് പറഞ്ഞിക്കണു. വന്നോളൂ, നിങ്ങൾ ബേജാറാവണ്ട കേട്ടോ. എന്നിട്ട് ഇപ്പൊ ഉമ്മ പെരയിലുണ്ടോ? അല്ല നിങ്ങളെന്തോ ജോലിക്കേറ്റ പോയിന്നില്ലേ? ഇപ്പൊ പോണൊന്നുമില്ലേ? താത്ത ഞങ്ങൾ ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ലേ. ഉമ്മ നമ്മളെ അടുത്തത്തെ മൈദിയാക്കല്ലേ, ഓലോടക്ക് ചോറക്കാൻ പോയതാണ്. അപ്പൊ നമ്മളോട് ഉമ്മ ഇവിടെ ആചാരാക്കാൻ ഒന്ന് കാണാൻ വരാൻ പറഞ്ഞേനു. നിങ്ങൾ ആങ്ങളെ കൊറേ കടാക്കിട്ട് പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർക്ക് പൈസയും കൊടുക്കാണ്ട് ഇത്രേ. ഇനിയിപ്പോ അടുത്തൊന്നും നാട്ടിൽ വരുന്നുണ്ടാവില്ല. ഉമ്മ നിങ്ങളൊന്നും ഉണ്ടാതിരുന്നാണ്. ഞാൻ പറയണതാ, നാട്ടുകാരും അയലൊക്കാരൊക്കെ പറയുന്നുണ്ട്. എത്താത്ത ഓന്റെ പേര് ഒരു പാവം പോലെക്കണ്. ഇവിടെ എന്നാ ആ ഓരോ പാവം, ഓരോ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. പൊറുമ്പനാണോന് അല്ല മുറുട്ടിയ. എത്ത ഉമ്മറൊട്ടിയോ? ഇത് പഴയ പേരല്ലേ താത്ത? ഇപ്പൊ ഇങ്ങനത്തെ പേരൊന്നും ആരുടല്ല. എന്താ ഇങ്ങനത്തെ പേരിട്ടു? ഓന്റെ പേര് ഉമ്മറ് എന്നാണ്. ഇവിടുത്തെ കാക്കുവിന്റെ ഉപ്പാന്റെ പേരിട്ടൊക്കെയാണ്. ഞങ്ങൾ ഇങ്ങനെ മുറട്ടി വിളിച്ചോ ഇല്ലേ? ആ നസ്ലാജ് ഉമ്മ പറഞ്ഞ കേട്ടിട്ടില്ലേ, ഇവിടുത്തെ ആചാരാക്കാന്റെ ഉപ്പാന്റെ പേര് ഉമ്മറാജിയാണെന്നുള്ളത്. അങ്ങനെ ഇട്ടതേക്കാരല്ലേ? അല്ലേ മുറുട്ടിക്ക് ബേക്കറി കഴിക്കാറ് അതല്ലേ? ആ ഓനപ്പോ ചേലായിക്കും. ഉമ്മറൊട്ടിയെ സീനത്തെ ആ കാക്കുവോ? ആ ഓന ബേക്കറിയാണ്. പിന്നെ അലിയേ ഉമ്മറൊട്ടിക്ക് വല്ലാതെ ബേക്കറി വാങ്ങി കൊടുക്കരുത് കേട്ടോ. അവന്റെ പല്ലൊക്കെ ആകെ കേടൊന്നും. ഞാനെന്നാലും അതിലേക്കാം കാറും സർവീസിന് ഇടാനുണ്ട്. ഞാൻ ഒന്ന് കൊടുക്കാണ്ട് ഞാൻ വരാം. ആ എന്നാ ചെയ്തോ. കാക്കുവോ നമ്മളെ ആയിഷമാത്താന്റെ കുട്ടികളെ നോക്കും. തന്നെ എടീ കുട്ടികളെ ഇവിടെ അറിയില്ല. നിങ്ങൾക്ക് പറയാള് നിങ്ങൾ എന്നെ പറഞ്ഞോളൂ. ഉണ്ടാവല്ലേ? ആ നിങ്ങളെപ്പോഴേ വന്നു? കൊറേ ആയ വന്നിട്ട്? ആചാരാക്ക നിങ്ങൾ അറിയില്ല ഞങ്ങളെ കാക്കാനെ കാണാതായതൊക്കെ. ഞങ്ങളമ്മ അങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. നിങ്ങളോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞതാണ്. എനിക്കറിയാലോ ഇപ്പൊ അത്. ഞാൻ അന്വേഷിക്കാനൊക്കെ ഏർപ്പാടാക്കി കൊണ്ടിട്ടോ. അമ്മാനോട് പറഞ്ഞോണ്ടേ. ഇപ്പത്തെ കടം പ്രയാസം കൊണ്ടൊക്കെ ഒന്നും മാറുന്നേക്കാരം. ആരോടൊപ്പം പോയിട്ടൊന്നും ഉണ്ടാവില്ല. അവൻ വന്നോളും ഇൻഷാ അല്ലാഹ്. നമുക്ക് എവിടെ വെച്ചാ നോക്കട്ടോ. കാക്കൊന്ന് ഫോൺ വിളിച്ചു കിട്ടിയാ മതി. എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഒരു സമാധാനേനി. ആ ഒന്നും സാരല്ല, അവൻ വന്നോളൂ കേട്ടോ. പിന്നെ ഇതേതാ കുട്ടികൾക്ക് വല്ല ചായ എന്തേലും കൊടുത്തു? ഒരു ചായ കുടിച്ചിരിക്കണോ? തന്നെ എന്നാ പോയിക്കോളി കേട്ടോ. അമ്മാനോട് പറഞ്ഞാൽ മതി. ആചാരൊക്കെ നോക്കിക്കോ കേട്ടോ. അന്വേഷിച്ചോ. എന്റെ കുട്ടിക്ക് ഇഷ്ടായില്ലേ? ഇതില് കടന്നിട്ടല്ല എന്റെ കുട്ടി ഇങ്ങനെ കടന്ന് കുറുമ്പൊട്ടിയുന്നത്. ഇപ്പൊ കിട്ടിയില്ലേ? തിന്നു. പൊന്നാന്റെ താത്ത, നിങ്ങൾ ഈ ഇതിൽ നിന്നിട്ട് തന്നെയാണ് ഓൻ ആ ബേക്കറി തിന്നിട്ട് കേട്ടോ. അപ്പൊ കുറച്ച് കുറുമ്പ് കൂടിക്കൊണ്ടു എനിക്ക് ഇവിടെ വന്നിട്ട്. അതിന് ഉമ്മച്ചത്തിന് അങ്ങനെ പറഞ്ഞു. എനിക്ക് മൂത്തമ്മല്ല തരുന്നേ. ആടെ കല്ലാജ് പിലാപ്പറമ്പക്കട് ഞാൻ ബേക്കറി വാങ്ങിത്തരാം കേട്ടോ. സുബൈദാ സുബൈദാ ഒന്നുമില്ല. അത് പിലാവർക്കൊന്നും പോണൊന്നുമില്ലേ? അന്നിപ്പോ പോകുന്നത് കുറച്ച് ദിവസമായില്ലേ? അത് ശരി. അതിനിപ്പോ താത്ത മുറട്ടിന് വിടണ്ടേ? ഓൻ പോയാ പുറത്തേടെ ഇറങ്ങാണ്ട് കാക്കും പറഞ്ഞ താത്തയും കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാ മതി പറഞ്ഞു. ഏതായാലും അടക്കട്ടെ. അത് ശരി. എന്നുവെച്ചാ താക്കോലെടുത്താ ഞാനും കുഞ്ഞുമ്പോ അവിടെ പോയാണ്ട് തട്ടി കൂട്ടിക്കോളാം. കുറെ ആയാലും ഇപ്പൊ അങ്ങനെ കിടക്കണോ? മാറാലൊടിച്ച് കിടക്കേക്കാരം. അടുത്ത് അയാൾ പോയാണ്ട് നന്നാക്കി വരാം. തൊടാൻ അല്ല ജലക്ക, ഞാൻ നിങ്ങളാ പറമ്പിന്റെ കൂടെ വന്നപ്പോഴേ നിങ്ങൾ അവിടെ കൊറേ നോക്കി. അപ്പൊ നിങ്ങൾ അവിടെ ഇല്ല. ഞാൻ ഇപ്പൊ ഇവിടെ നോക്കും. ഇവിടെ ഉണ്ട് നിങ്ങള്. കഴിഞ്ഞല്ലോ അതിനെ പിറ്റത്തെ കൊല്ലൊക്കെ നിങ്ങള് വായല്ലേ വെച്ചിന്റെ. ഇപ്പൊ അതിൽ കൊറേ പൂളുണ്ട്. എന്ത് ഇപ്രാവശ്യം നിങ്ങള് വായക്കാഞ്ഞ്? എങ്ങനെ വെക്കണു വായ? നമ്മളിൽ വെള്ളമുണ്ടോ? കഴിഞ്ഞ കൊല്ലം തന്നെ കുടുങ്ങിയെന്നല്ലേ ജോസേ. ഇനിയിപ്പോ ഉള്ളത് റഹീമാജിന്റെയിലാണ്. റഹീമാജിനോട് ചോദിച്ചാല് മൂപ്പര് സമ്മതിച്ചെന്ന് വിചാരിച്ച. ഇനി മൂപ്പരിക്കുണ്ടല്ലേ കാര്യസ്ഥം. ആ തെജാനുണ്ടോ സമ്മതിച്ചണു? ഓരോട്ടും സമ്മതിച്ചൂല. അത് നിങ്ങൾ പറഞ്ഞ ശരിയാ. ഓന്റെയൊക്കെ കിട്ടൂല. അത് നിങ്ങൾ വിചാരിക്കും വേണ്ട. അല്ല ജലക, ഈ പഴയമാരൊക്കെ ഇങ്ങനെ ഈ കുട്ടികളെ കാര്യസ്ഥന്മാരൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഓന്റെ കാരണം അൽബിക്കുട്ടിയൊക്കെ ഗൾഫിൽ നല്ല പരിപാടി നടന്നു. ഓനെ ഗൾഫുകൾ പോയിക്കൂടെ? അതിലൊരു കാര്യണ്ട്. ഓന്റെ വാപ്പ കോമോക്ക റഹീമാജിന്റെ പേരിലെ കാര്യസ്ഥരേനു. അതുകൊണ്ട് ഈ കാര്യം ജോസെ ഓനവിടെ നിന്ന് പോയിട്ടുണ്ട്. ശരി.
എന്നിട്ടേക്കാ ഈ സാധനം ഒന്ന് എടുത്തോണ്ടി കേട്ടോ കുഞ്ഞെ. ആ ഉജുവാക്ക, ആ അതെന്താ കുഞ്ഞെ ഇന്ന് കമ്പനി നേരത്തെ പോന്നു? ഇന്ന് ലോഡൊക്കെ വേഗം കയറ്റി കഴിഞ്ഞു. പിന്നെ കോടവളി ഷെബി ഉണ്ടല്ലോ, ഓൻ പറഞ്ഞു കുഞ്ഞാക്ക നിങ്ങൾ നേരത്തെ പൊയ്ക്കോളി പറഞ്ഞു. അപ്പൊ ഞാൻ പോന്നു. പിന്നെ നമ്മളാ കൂതറ കാക്ക മൂസാക്കേ അയാളുണ്ട് അവിടെ ഇരിക്കണം. നമ്മളെ കുടുംബത്തെ പറ്റിയൊക്കെയാണ് എന്തൊക്കെയാ പറയണേ. ഞാൻ പിന്നെ കണ്ണുമ്പി മുജേ ഒന്നിങ്ങോട്ട് വരികേ. ആ അപ്പൊ ഈ പ്രാവശ്യം പള്ളി പ്രസിഡന്റ് റഹീമാജി തന്നെ നിങ്ങളൊക്കെ പാടെ കൂടിക്കാണ്ട് അത് തീരുമാനിച്ചു. അല്ലെങ്കിൽ നിങ്ങളൊക്കെ പാടെ കൂടിക്കാണ്ട് തന്നെയാണ് തീരുമാനിച്ചിട്ടേ. ഇതിന്റെ മുമ്പ് ഓന്റെ വാപ്പ ഉമ്മറാജിയേനു, ഇപ്പൊ ഓനാണ്. ഇനിയിപ്പോ ഓന്റെ കാലം കഴിഞ്ഞിട്ട് വേണ്ടി വരും ഞമ്മക്ക് ആർക്കെങ്കിലൊക്കെ ഒന്ന് നിക്കണെങ്കിൽ. എത്ത് വർത്താന മൂസജി പറയണ്ടേ? അന്റെ കുടുംബക്കാരിയല്ലല്ലോ അത്. ഈ വയലിലുള്ള മൊത്തത്തിലുള്ള ആളുകളെ തീരുമാനമാണ് മൂപ്പരാക്കണമെന്ന്. മൂപ്പരോട് പറഞ്ഞപ്പോ ആദ്യം മൂപ്പർക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. പിന്നെ എല്ലാവരും നിർബന്ധ പ്രകാരം ആക്കിയതാണ്. അല്ല അതിനിപ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ താല്പര്യമില്ലാത്തവരുടെ തലയിൽ എന്തിനാ നിങ്ങളെ കെട്ടിയേണ്ടത്? ഇവിടെ താല്പര്യമുള്ളവരുണ്ടല്ലോ. ഓന് താല്പര്യമില്ലാത്ത കാടൊന്നും ഉണ്ടാവൂല. എത്താത് കുറെ നേരം ഇങ്ങനെ കട അറിഞ്ഞുകൊണ്ടിരിക്കണു. ഞങ്ങൾക്ക് വേറെ വല്ല പണിക്ക് പറക്കൂടെ? തോളിലൊക്കെ അടിയിട്ട് വർത്താനം പറയരുത്. എല്ലാന്ന് ഉണ്ടാക്കി അന്നത്തിനുള്ള ചങ്ങാച്ചി ഇന്റെ നേരെ തിരിയുണ്ട്. അന്റെ അളിയനെ കാരം അതെന്റെ പെരിയില്. അതിന് കുയിന്തൊക്കെ ഇവരും കാട്ടിന് എന്ത് കാര്യം? അതിന് യോഗ്യതയും കൂടി വേണേ. അത് നാട്ടുകാർക്കും മനസ്സിലാണം. ഇത് ഒരു ആചാരാണ്, കോപ്പ് അത് പറഞ്ഞിട്ട് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. മൂസ, സംഭവം എനിക്ക് സ്വത്തും മുതലൊക്കെ ഉണ്ടാക്കുക ശരി തന്നെയാണ്. പക്ഷെ അത് അനുഭവിക്കാൻ ഒരു കുട്ടികൾ എനിക്കില്ല. ഇതൊക്കെ തന്നെ പറഞ്ഞത് പണ്ടേ റഹീമാജിന്റെ വാപ്പ ഉമ്മറാജിന്റെ ഒക്കെ അന്ന് അതിര് പ്രശ്നത്തില് ചെവിക്കുറ്റിക്ക് നല്ലോണം കിട്ടി. പക്ഷെ ഞാൻ ഇപ്പൊ പറയണേ റഹീമിന്റെ മര്യാദ കൊണ്ടേ റഹീം ഇപ്പൊ ഒന്നും ചെയ്യണില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. പോരെ അല്ല അജരെ, അന്ന് റഹീമാജിന്റെ ബാപ്പാന്റെ അതിൽ നീക്കിയിട്ട് നിങ്ങൾക്ക് അടി കിട്ടിയോ? ഓ ദോസേ അതൊന്നും ഓർമ്മിപ്പിച്ചല്ലേ. ഇതിൽ പോന്ന ആ എന്നിട്ട് എന്തൊക്കെ ഉണ്ട് മുജീബേ? നിങ്ങള് പെരിയെന്ന് തന്നെയാണ് വരണ്ടേ ഇപ്പോ? ആ ഞാൻ പെരിയിൽ തന്നെയാണ് വരണ്ടേ. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പൊന്നു അവിടുന്ന് പോകുന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസം ആയല്ലോ. ഓളെ വർത്താനൊക്കെ ഒന്ന് അറിയാന്ന് വെച്ചിട്ട് ഇങ്ങനെ പോന്നതാ. ആഹാ പൊന്നോട് സീനത്തെ ഓളം വിളിച്ചാ ഇപ്പൊ നോക്കണതാണോളാ. ആ പിന്നെ റഹീമേ വേറെ വർത്താനം അറിഞ്ഞേ, ഞാനേ ആ മൂസാക്കാനവിടുന്ന് പീടിന്ന് കണ്ടിരുന്നു. നമ്മളെ കുഞ്ഞി ഉണ്ടായിരുന്നു തന്നെ. ആ അപ്പൊ കൊറേ ഇങ്ങോട്ട് വെച്ചെട്ടിക്കാട് കൊറേ വർത്താനം പറഞ്ഞു. നിങ്ങളെല്ലാരും കൂടി കൂടിക്കാട് റഹീമിനെ പള്ളിന്റെ പ്രസിഡന്റാക്കി മറ്റേതാണ് മറിച്ചതാണ് എന്നർക്കാട് കൊറേ വെച്ചെട്ടി. എത്ര പോലെ വർത്താനം, ഒരു അടിസ്ഥാനം എന്തെങ്കിലും ഉണ്ടപ്പോ ഇല്ലേ? കുഞ്ഞിയും കൊറേ പറഞ്ഞു. ഓനോടൊന്നും വർത്താനം പറയാൻ പറ്റൂല. ഓനെ എന്തൊക്കെ വിളിച്ച് പറയും. അതിലൊന്നും ഒരു കാര്യമില്ല. അയാളെ കുറിച്ചിപ്പോ ഞമ്മക്കായി തന്നെ അറിയില്ലേ. പൊന്നുവാ പൊന്നുവാ. എന്തോ ഞാമാ ആരോടെ പറ്റി വർത്താനം പറയണേ? ആരായിക്കാരം? എന്റെ അമ്മോസാക്കാൻ നോക്കണു. എപ്പളിപ്പ വന്നേ? ആ ഇപ്പൊ നിങ്ങളെപ്പളാ വന്നേ? ആ ഞാൻ ഇപ്പൊ വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അപ്പൊ എന്റെ വർത്താനൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ പോന്നതാ. പിന്നെ ഉമ്മ ചോദിച്ചോണ്ട്. ആ എന്താ ഇപ്പൊ ഉമ്മാന്റെ വർത്താനം? ഉമ്മാക്ക് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ആ ഞാനേതായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ നിക്കേനു. ഷിബിക്കും എന്നോട് ഇപ്പൊ അതിന് പറഞ്ഞേ. ആ 2 ദിവസം കഴിഞ്ഞാൽ കാത്തിക്കണ്ട. പാനപ്പാണ് പോയിക്കോ. ഇതിനകത്തെ ഓണ് പറഞ്ഞയച്ചടാ എന്നാല്. ഇപ്പൊക്കെ എന്തെങ്കിലും കുറിച്ചാൻ കൂടെ നിർത്താം. ആ അത് റഹീമേ ഇപ്പൊ വലിയോളും കുട്ടികളൊക്കെ അവിടെ ഉണ്ടല്ലോ. 2 ദിവസമൊക്കെ അവിടെ നിന്നോട്ടെ, എന്നിട്ടൊക്കെ മതി കേട്ടോ. അങ്ങനെ ചെയ്യാം. അജരക്ക നമ്മളാ കോണ്ടാക്ടറെ കുറച്ചും കൂടി പൈസ ചോദിച്ചുകൊണ്ട് അത്യാവശ്യത്തിന് അവൻ പറ്റിയേക്കണു. ഇപ്പൊ എന്താ വേണ്ടി നമ്മൾ കൊടുക്കണോ? ആ അതിലും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടേ കാരം കൊടുത്താണ്ടി കുറച്ചൊക്കെ. അതൊന്നിപ്പോ നോക്കണ്ട. വരി ഇതേ നമ്മളെ റംലാക്ക് പകരം വന്നാണ് കൈജാത്ത. അതേതായാലും നന്നായി. എന്നിട്ട് നിങ്ങളെ പെരിയിൽ ആരൊക്കെ ഉള്ളത്? നമുക്കൊരു മാസത്തിലൊക്കെ പെരിക്ക് പോയാൽ മതിയാവൂലേ? ചോദിച്ചു നോക്കിയല്ലോ സീനത്തെ എന്തൊക്കെ? ആ അജയക്ക, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരു 2 കെട്ടിച്ചിക്കണോ. ആ എനിക്ക് മാസത്തിലൊരിക്കൊക്കെ പോയി വന്നാ മതി. അളിയാക്ക 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 പിന്നെ
നമ്മുടെ ആഴ്ചാത്താട് അവിടെ എന്തൊക്കെയോ കുറെ ആൾക്കാരെ കൂടി എന്തോ പ്രശ്നമൊന്നും വന്നാണ്. ഒന്ന് പോയി വെക്കണം. തന്നെ അലിയേ ഒന്ന് വണ്ടി എടുത്താടാ. വരും. ഈ മാറ്റമൊന്നും വേണ്ട, ഇവിടെ തന്നെ അല്ലേ.